2018 പ്രളയത്തിന് സമാനമായിട്ടുള്ള രീതിയിൽ പലയിടങ്ങളിലേക്കും വെള്ളം കയറുന്നു. അപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വിരുന്നുണ്ണാനായി പൊന്നാനിയിലേക്ക് പോകുന്നു. ഇത് കഴിഞ്ഞ ദിവസങ്ങളിലെയൊക്കെ അന്ത്യചർച്ചകളിലൊക്കെ പലരും വാർത്താ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തൊരു വിഷയമാണ്. മുഖ്യമന്ത്രിക്ക് വിരുന്നുണ്ണാൻ പാടില്ല, അങ്ങനെയുണ്ടോ? അതോ പിന്നീട് മറ്റൊരു ചർച്ച കൂടിയുണ്ട്. മണിയാശാനെ പോലെയാണ് വി.ഡി. സതീശനും, ഔചിത്യമില്ല. ഈ ഈ 2 വിഷയങ്ങളും ഔചിത്യമില്ലേ വി.ഡി. സതീശന്? അതുപോലെ തന്നെ വിരുന്നുണ്ണാൻ പാടില്ലെന്നുണ്ടോ? കഴിഞ്ഞ തവണത്തെ പ്രളയത്തിൽ ഏറ്റവും അധികം ഡിവാസ്റ്റേറ്റഡ് ആയിട്ട ഒരു സ്ഥലത്തിലെ എം.എൽ.എ. കൂടിയാണ് വി.ഡി. സതീശൻ, പറവൂര്. ശരിക്കും പറഞ്ഞാൽ പറവൂര് അങ്ങോട്ട് ഉഴുതു മറച്ച പോലെ അവിടെ ആഴ്ചകളോളം പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതിൻ്റെ കെടുതികൾ നേരിട്ട് കണ്ട വ്യക്തിയാണ്. ഇങ്ങനെ എന്താ പറയുക, പശു, കാള, ആട്, കോഴിയൊക്കെ മരിച്ചിങ്ങനെ ഒഴുകി വരുന്ന ഇത് ഗോതുരുത്ത് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ വെള്ളം ആഴ്ചകളോളം ഒരു നില പൊക്കത്തിലൊക്കെ കിടന്ന സ്ഥലമാണ് കേട്ടോ. ശരിക്കും സതീശൻ പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പം മുഖ്യമന്ത്രിയാണ്. പൊന്നാനിയും കേരളത്തിൽ തന്നെയുള്ള സ്ഥലമാണ്. പൊന്നാനിക്കാരെ കൊണ്ടാണ് അദ്ദേഹം ഇപ്പം മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നതെന്ന് നമുക്ക് പറയാം. ശരിയല്ലേ? അപ്പോൾ കേരളം മുങ്ങിയാലും അദ്ദേഹത്തിൻ്റെ സീറ്റ് മുങ്ങാണ്ട് നോക്കണമല്ലോ. ശരിയല്ലേ? സീറ്റ് മുങ്ങാണ്ടിരിക്കണമെങ്കിൽ ആര് സഹായിക്കണം? മുസ്ലിം ലീഗ് സഹായിക്കണം. അവരുടെ ഒരൊറ്റ പിടിവാശിയുടെ പുറത്താണ് ഇന്ന് ആ മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരിക്കേണ്ടത്. അല്ലെങ്കിൽ കയറിയിരിക്കാൻ പോയിരുന്നത് കെ.സി. വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ ആരെങ്കിലും ആയിരിക്കും. ശരിയല്ലേ? പിന്നെ മാത്രമല്ല, സതീശൻ നോക്കുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. കേരളത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾ നോക്കണം. പറവൂർ ഇത്തവണ അധികം വെള്ളം കയറിയിട്ടില്ല. സ്വന്തം എം.എൽ.എ. സീറ്റിലധികം വെള്ളം കയറിയിട്ടില്ല. അപ്പോൾ അവിടെയൊക്കെ പോയി ഒന്ന് കറങ്ങി അടിച്ചു വരുമ്പോഴേക്കും ഇവിടെ ഒരു കൂട്ടുമന്ത്രിസഭയാണ്. എല്ലാ മന്ത്രിമാരും അവരുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ശ്രീ റോഷി അഗസ്റ്റിനാണ് ജലസേചന വകുപ്പ് മന്ത്രി, അല്ലേ? പിന്നെ വിദ്യുത് ശക്തി മന്ത്രിക്കും കൂടെ അതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അദ്ദേഹവും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എം.എൽ.എമാരൊക്കെ വെള്ളം കയറിയ സ്ഥലത്ത് എം.എൽ.എമാരൊക്കെ വന്ന് ഘോരമായിട്ട് വീഡിയോയുടെ മുമ്പിൽ നിന്ന് കാര്യങ്ങളൊക്കെ പറയുന്നു. ഞങ്ങൾ ഇന്നലെ മുതലേ ഉണ്ട്, അവിടുന്ന് വലിയ വലിയ ഹൈ റൈസ്ഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയൊക്കെ അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെയും പറയാം, അദ്ദേഹത്തിൻ്റെ കൂട്ടു മന്ത്രിമാരിലും ഉദ്യോഗസ്ഥന്മാരിലും അത്രയും മതിപ്പുണ്ടെന്നും പറയാം. എന്തിനാണ് മണിയാശാൻ ഇതിലേക്ക് വലിച്ചിട്ടത്? ഇന്ത്യയിലല്ല, ലോകത്ത് ഒരു സ്ഥലത്തും ഇതുപോലെ നടപടി നേരിടാത്തൊരു വ്യക്തി ഉണ്ടാവില്ല ആതിര. കഴിഞ്ഞ 2018 പ്രളയത്തിൽ അമിക്കസ് ക്യൂറി പറഞ്ഞതാണ് ഇത് മനുഷ്യനിർമ്മിത പ്രളയമാണ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കൈ അദ്ദേഹത്തിന് നേരെ ചൂണ്ടിയോ? ആരുടെ നേരെയാണ് അമിക്കസ് ക്യൂറി പറഞ്ഞത്? അന്നത്തെ മന്ത്രിയായിരുന്ന മണിയാശാൻ്റെ നേരെയാണ് കൈ ചൂണ്ടി പറഞ്ഞത്. ഇന്ന് ജയിൽ ബാറുകളുടെ പുറകെ നിൽക്കേണ്ട വ്യക്തിയാണ് ഇവിടെ നിന്ന് അതും ഇതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മനുഷ്യനിർമ്മിത പ്രളയമല്ല. വെള്ളം, അതായത് മഴ പെയ്ത്ത് വെള്ളത്തിലുണ്ടായ എന്താണ് വെള്ളപ്പൊക്കം തന്നെ പറയാം. വെള്ളപ്പൊക്കമൊക്കെ നമ്മൾ ടി വിയിലൊക്കെ കാണുമ്പോൾ ശരിക്കും സങ്കടം തോന്നുക. ഇന്ന് രാവിലെ കാണുമ്പോൾ ഒരു വയസ്സായ അമ്മ ചെറിയ വെള്ളത്തിൽ കൊണ്ടുവരും. അവിടെ കൂടെ വേറെ വലിയ വാഹനങ്ങളൊന്നും പോകില്ല. അങ്ങനെ ഇപ്പോൾ കുട്ടി മാറുമ്പോഴക്കാരിയല്ലേ, അവിടുത്തെ കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടതല്ലേ. 2018 ഇത്രയും പ്രായമൊന്നും ഉണ്ടാവില്ല കൊച്ചു കുട്ടിയായിരിക്കും ആ സമയത്ത്. എങ്കിൽ പോലും ആറന്മുള അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. നെയ്യാർ തുറന്നു വിട്ടിരിക്കുന്നു, ഡാമല്ലേ തുറന്നു വിട്ടിരിക്കുന്നു. ആദ്യം കയറിയത് പൂഞ്ഞാർ ആ ഭാഗങ്ങളിലാണ് വെള്ളം കയറി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് വായിക്കുകയായിരുന്നു. മുഴുവൻ കമ്പോളങ്ങൾ എല്ലാം വെള്ളം കയറി ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇന്ന് ടി വിയിൽ നോക്കുമ്പോൾ ഒരു കപ്പി കെട്ടിയിട്ട് അതിൽ കൂടെ ആ ഗൃഹനാഥൻ തന്നെ വലിച്ച് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുക. കാരണം വീടിൻ്റെ ഉള്ളിലെ ഗോവണിയിൽ കൂടെ കയറാൻ പറ്റില്ല. അത്ര പ്രായം കുറഞ്ഞ വ്യക്തിയൊന്നുമല്ല, ഒരു 55-60 വയസ്സുള്ളൊരു വ്യക്തിയാണ് ഈ കയറിൽ കൂടെ കപ്പിയിൽ കൂടെ വലിച്ച് മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുന്നത്. അവിടെയുള്ള ആൾക്ക് കുടിവെള്ളം ഉറപ്പാക്കണമെന്നാണ് ആദ്യത്തേത്. ഭക്ഷണമൊക്കെ കുറച്ചൊക്കെ ഉണ്ടാകും, പക്ഷെ താഴെയായിരിക്കും ഇരിക്കുന്നത്. കിച്ചണൊക്കെ താഴെയായിരിക്കില്ലേ, മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കൊണ്ടുവന്നാലും സ്റ്റൗവ് കാര്യങ്ങൾ നിപ്പിലെ കയറി വരുന്ന വെള്ളം നമ്മൾ നോക്കി നിൽക്കുമ്പോൾ അയ്യോ കൊണ്ടുപോകണ്ടേ, ഗ്യാസ് എടുക്കണ്ടേ, അതെടുക്കണ്ടേ എന്നൊക്കെ വിചാരിക്കുമ്പോഴേക്കും വെള്ളം ഗ്യാസിനെയൊക്കെ കവച്ച് വെച്ച് മുകളിലേക്ക് കയറിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ തന്നെ എടുക്കണം. എല്ലാവരും അവരവരുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുകയല്ലേ. അപ്പോൾ ഒരു കൈ സഹായം നമുക്ക് കിട്ടിയെന്ന് വരില്ല. പ്രത്യേകിച്ചും പ്രായമായ വ്യക്തികൾ താമസിക്കുന്ന വീടുകൾക്ക് അവർക്കൊരു കൈ സഹായം കിട്ടാൻ കുറച്ച് വൈകും. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് പല സ്ഥലത്തും സ്കൂളുകളുണ്ടല്ലോ റിലീഫ് ക്യാമ്പായിട്ട്, അവിടെയും വെള്ളം കയറിയിട്ടുണ്ട്. ആദ്യം തുടങ്ങിയത് നമ്മുടെ വി.ഡി. സതീശനെ കുറിച്ചാണ്. എനിക്കൊരു ചിത്രം ഓർമ്മ വരുന്നുണ്ട് കേട്ടോ.
നല്ല ഹെലികോപ്റ്ററിൽ സുന്ദര മതിവദനായ നമ്മുടെ പിണറായി ഇരുന്ന് ഇങ്ങനെ നോക്കി 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 പോകുന്നൊരു അല്ല, കാഴ്ച ഇപ്പൊ അതും ട്രെൻഡിങ് പ്രളയത്തിന്റെ ആയിട്ടുണ്ട്. ആ കാരണം ഈ ഹെലികോപ്റ്ററില് ഉം, വി.ഡി. സതീശനും പോയിട്ടുണ്ടായിരുന്നു. ഉം, പക്ഷെ അത് ഭാര്യ പിതാവിന് ആശുപത്രിയിലായിരിക്കുന്ന ഉം, അങ്ങോട്ടേക്കാണ് ഉം, പോയത്. ഉം, ഉദ്ഘാടനം ചെയ്യാൻ ഉം, മുഖ്യമന്ത്രി പോകുന്നു. ഉം. അപ്പോൾ പലയിടത്ത് സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ ആളുകളായിരിക്കും ഇത് ഒരു തുറുപ്പുചീട്ടായിട്ട് എടുക്കുന്നത്. പക്ഷെ വാർത്താ മാധ്യമങ്ങളും ചർച്ചയിലേക്ക് വരുന്നുണ്ട്. ഇത് അപ്പോഴാണ് ഈ മണിയാശാന്റെ പേര് ഇതിലേക്ക് വന്നത്. അങ്ങനെ 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് പറയാനുള്ള പ്രധാന വിഷയം ഡാം തുറന്നുവിട്ട് ആ ഒരു വെള്ളമാണ് കൂടുതലായിട്ടും വീട്ടിലേക്ക് അർദ്ധരാത്രി കയറിയത്. എന്നിട്ട് അദ്ദേഹത്തിന് എന്ത് ധൈര്യം എന്ന് പറയാം, ജനങ്ങളോട് പറയാം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇതിട്ടല്ലോ എന്ന്. ആരാണ് ഫേസ്ബുക്ക് നോക്കണേ രാത്രി 1 മണിക്ക്? സ്വന്തം ജീവനും കൊണ്ട് ഓടുന്നോ അതോ ഫേസ്ബുക്ക് നോക്കിയത്? അല്ലെങ്കിൽ ഈ 8 വർഷം മുമ്പ് ആരാണ് ഫേസ്ബുക്ക് നോക്കുന്നത്? ആർക്കെങ്കിലും ഫേസ്ബുക്ക് നോക്കണ്ട, അല്ലെങ്കിൽ ആൾക്കാർ ഉറങ്ങുന്ന സമയമല്ലേ. പെരുമ്പാവൂരൊക്കെ പോയ സമയത്ത് ഒരു വലിയ കൊട്ടാരം പോലത്തെ ഒരു വീട് കേട്ടോ. ആ വീട്ടിലൊരു 10-18 വാഷിംഗ് മെഷീൻ കിടപ്പുണ്ട്, 10-15 TV കിടപ്പുന്നുണ്ട്, ഫ്രിഡ്ജ് കിടപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം പറയും ഇത് കണ്ടിട്ട് ഇപ്പോൾ മാഡം വിചാരിക്കുന്നതാണോ എൻ്റെ ഇത്രയും വലിയ വീട്ടിൽ ഓരോ മുറിയിലും 4-5 ഫ്രിഡ്ജ് ഉണ്ടായിട്ടുണ്ടാകുന്നു. ഇതൊക്കെയോ വെള്ളത്തിൽ നിന്ന് ഒഴുകി വന്ന് ഇവിടെ വന്നപ്പോൾ വെള്ളം താണപ്പോൾ ഇവിടെ വീണതാണ്. അതുപോലെ എൻ്റെ ഫ്രിഡ്ജൊക്കെ ഒഴുകിപ്പോയി ഏതൊക്കെയോ വീട്ടിൽ കിടപ്പുണ്ട് ടിവിയും കാര്യങ്ങളൊക്കെ. അങ്ങനെ ദുരിതം അനുഭവിച്ച ആൾക്കാർക്ക് ഈ മണിയാശാനും കൂട്ടുപ്രതിയായ പിണറായി വിജയനും എന്തൊക്കെ പറഞ്ഞാലും ഏറ്റവും ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. ഏത് മന്ത്രി എന്ത് ചെയ്താലും അതിൻ്റെ മുകളിലിരിക്കുന്ന വ്യക്തി മുഖ്യമന്ത്രി തന്നെയാണ്. 10,000 രൂപ പോലും കൊടുത്തിട്ടില്ല. ഇപ്പം നമ്മൾ പറയുന്നു അദ്ദേഹം പൊന്നാനി പോയി വിരുന്നുണ്ടോട്ടെ, ഉം. നേരത്തെ എന്താണ് തീരുമാനിച്ച വിരുന്നായിരിക്കാം. പിന്നെ ആ സമയത്ത് വേണമെങ്കിൽ ഇത്രയധികം വെള്ളം കയറിയിട്ടുണ്ടാവില്ലായിരിക്കും. തിരിച്ച് അദ്ദേഹത്തിന് ഇങ്ങോട്ടേക്ക് വരാവുന്നതേ ഉള്ളൂ. അദ്ദേഹം ഓൾറെഡി അവിടെ എത്തുന്നുണ്ട്. നമുക്ക് ഉം. കൃത്യമായ വിശദീകരണം കിട്ടിയിട്ടില്ല. അദ്ദേഹം അറിഞ്ഞിരുന്നുവെങ്കിൽ ആ ക്യാൻസൽ ചെയ്യേണ്ടതായിരുന്നു. പല ജീവനും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതെ. അദ്ദേഹം അത് ക്യാൻസൽ ചെയ്യേണ്ടതായിരുന്നു. ആ മരിച്ചുപോയ വ്യക്തികളോടും അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്ന വ്യക്തികളോടും ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് കേരളീയ സമുദായം കുറച്ചും കൂടെ തുറന്ന മനസ്സോടെ ആക്സെപ്റ്റ് ചെയ്തേനെ. പക്ഷെ പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഉം, ഡാം നേരത്തെ പോലെ ആരും അറിയാതൊന്നുമല്ല തുറന്നു വിടുന്നത്. ഉം. കൃത്യമായി വെള്ളത്തിന്റെ അളവ് പറഞ്ഞ് നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടാണ് ഇപ്പോൾ എൻ്റെ തുറന്നു മോളെ വിടുന്നത്. ഈ ഡാം തുറന്ന് വിടുന്ന ഒരു സ്ഥലത്ത് വെള്ളം ഒലിച്ചു വരുന്ന സമതലങ്ങളിലേക്കാണ് ഒലിച്ചു വരുന്നത്. നദികൾ ഉണ്ടാകുന്ന കുറച്ച് മുകളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഉം. അവിടെ നിന്ന് ഒലിച്ചു വരുന്ന സമതലങ്ങളിലാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ട്. വരുമ്പോഴേ അറിയുള്ളൂ. നമുക്ക് എങ്ങനെ അറിയാൻ? കുട്ടിക്ക് അറിയാമോ ഇത്രയും ക്യൂബിക് വെള്ളം എന്ന് പറഞ്ഞാൽ വീട്ടിൽ എത്ര വെള്ളം കയറുമെന്ന് അറിയാമോ? നമ്മൾ ഉം. വിചാരിക്കും ദേ അപ്പുറത്തെ വീട്ടിൽ വരുമ്പോൾ നിൽക്കുമായിരിക്കും വെള്ളം. നമ്മൾ ഉം. അങ്ങനെയല്ലേ പ്രതീക്ഷിക്കുള്ളൂ. നമ്മുടെ വീട്ടിലേക്ക് അത് കയറി വരും, നമ്മൾ പ്രതീക്ഷിക്കില്ലല്ലോ വെള്ളം. അപ്പോൾ ഇങ്ങനെയൊന്നും നമ്മൾ പറയണ്ട. കാരണം എത്ര പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അവിടെയുള്ള ജനപ്രതിനിധികൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ഓരോ വീട്ടിലും അവർക്കേ അറിയുള്ളൂ കൃത്യമായിട്ട്. കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പോലെ ഇതിൻ്റെയൊക്കെ ഹയർ ഒഫീഷ്യൽസ് വീടുകളിൽ പോയി പറയുന്നത് ഇവിടെയൊക്കെ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അവിടെ തുറന്നിട്ടുണ്ട്, നിങ്ങൾ പെട്ടെന്ന് എന്താണെന്ന് വെച്ചാൽ പാക്ക് ചെയ്ത് റെഡി ആയിട്ടിരിക്കൂ, അല്ലെങ്കിൽ പോകാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ കൊണ്ട് റിലീഫ് ക്യാമ്പിലാക്കാം എന്നാണ് പറയേണ്ടത്. നേരത്തെ പറഞ്ഞു എന്ന് പറഞ്ഞതും പറയാണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ സാധാരണക്കാർക്ക് അത് മനസ്സിലാവില്ല. ആ വരുന്ന വെള്ളത്തിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാവില്ല. അത് ഉണ്ടാക്കാൻ പോകുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ച് മനസ്സിലാവില്ല. മാത്രമല്ല ഇത് വർഷം തോറും അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ചെറിയ തോതിലെങ്കിലും അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ബുദ്ധിമുട്ടുകളും കൂടെ ഈ ഗവൺമെൻറ് കൺസിഡർ ചെയ്യണം. പോയി ശരി അവിടെ പോയി അത്താഴ വിരുന്നിൽ പങ്കെടുത്തു, നല്ലോണം അത്താഴം കഴിച്ചു. ശരിയാണ്, ഒരു മനുഷ്യന് PR വർക്കും ചെയ്യേണ്ട ആവശ്യമുണ്ട് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ. പക്ഷേ ഇനി നമ്മൾ സതീശനെ കുറിച്ചൊന്നും കേൾക്കുന്നില്ല. അദ്ദേഹം ഈ അവശത അനുഭവിക്കുന്ന ആളുകളുടെ റിലീഫ് ക്യാമ്പുകളിൽ പോകുന്നതായിട്ടോ അവർക്ക് വേണ്ടി എന്തെങ്കിലും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു എന്നൊന്നും ഇന്ന് രാവിലെ മുഴുവൻ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ ഇതിൽ ചെവിയിൽ പതിഞ്ഞില്ല. ഒരു വിഷ്വലും ഞാൻ കണ്ടില്ല. അതിന് മുകളിലായിട്ട് നമ്മളുടെ വടക്കൻ കേരളത്തിൽ മലയിടിച്ചിലും കൂടിയുണ്ട്. തെങ്ങോടുകൂടിയൊക്കെ പറഞ്ഞു വരുന്ന കാഴ്ചകൾ കണ്ട് നാഷണൽ ഹൈവേയിലേക്ക് ഒരു ബൈക്കിൽ സ്കൂട്ടറിൽ പോകുന്നൊരു പെൺകുട്ടി ജസ്റ്റ് തലനാഴിക്കാണ് രക്ഷപ്പെട്ടത്. ഏതോ ഒരു ചാനലിൻ്റെ റിപ്പോർട്ടറും ക്യാമറാമാനും ഒക്കെ വളരെ നേരിയ ഇതിലാണ് രക്ഷപ്പെട്ടത്. ആ സമയത്ത് എവിടെയാണ് അത്താഴം വിരുന്നെങ്കിലും പ്ലീസ് ഞാൻ ഇറങ്ങട്ടെ, എൻ്റെ ചുമതല ഇപ്പോൾ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്, അവരെ കരുതലോടെ ചേർത്ത് പിടിക്കുകയാണ്, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സുരക്ഷിതമായി ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ട് ഒന്ന് കൈകൂപ്പി ആ വിരുന്നിൽ നിന്നും ഇറങ്ങി വന്ന് ജനങ്ങളോടൊപ്പം ചേർന്ന് ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, ഞാനാണ് മുഖ്യമന്ത്രി, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷനും നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു എന്നൊരു വാക്ക് പറഞ്ഞ്
പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലത്ത് മുമ്പിൽ നിൽക്കുക, ഒരു റെയിൻ കോട്ടൊക്കെ ഇട്ട്, ഒരു തൊപ്പിയൊക്കെ വെച്ച്, അല്ലെങ്കിൽ ഒരു കുട ചൂടി, ഒരു ഗംബൂട്ട്സൊക്കെ ഇട്ട് സതീശൻ നിന്നാൽ സൂപ്പറാവില്ലേ? അല്ല തീർച്ചയായിട്ടും ആ നഷ്ടങ്ങൾക്കൊന്നും ഒരു പരിഹാരമാവില്ല. എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതെ ഒറ്റ ദിവസമൊക്കെ ഒരു മാസത്തെ മഴ കിട്ടുക എന്നൊക്കെ പറയുന്നത് അതെ ഒരു അല്ല, നിസ്സാര നിസ്സാര കാര്യമായിട്ട്. കാര്യമൊന്നും അല്ല അതിന്. അതാ ഞാൻ പറഞ്ഞ ആ സമയത്ത് വി രാജേഷിനെ കണ്ടില്ലേ തിരുവനന്തപുരത്ത് നിൽക്കുന്നത്, റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് പണിക്കാരോടൊപ്പം നിൽക്കുന്നത് കണ്ടില്ലേ? അതുപോലെ അദ്ദേഹം ഇപ്പോൾ പുനർജനി എന്നും പറഞ്ഞ് ഇംഗ്ലണ്ടിൽ പോയപ്പോൾ കോട്ടും സൂട്ടും ബൂട്ടൊക്കെ ഇട്ടിരുന്നല്ലോ. അദ്ദേഹം ബർമുഡ ഇട്ട്, അല്ലെങ്കിൽ ഒരു പാൻറ് ഇട്ട്, അല്ലെങ്കിൽ മുണ്ട് മടക്കി കുത്തട്ടെ, ഒരു മഴക്യാപ്പും ഇട്ട്, ഗംബൂട്ട്സും ഇട്ട് അദ്ദേഹം ഉം. നിൽക്കട്ടെ, ചേർത്ത് പിടിക്കട്ടെ. എന്തൊരു റിലീഫായിരിക്കും. മുഖ്യമന്ത്രി ഞങ്ങൾക്കൊപ്പം എന്നൊരു തോന്നല് ചില്ലറ തോന്നലല്ല മോളെ. ഉം. എല്ലാ ദുരിതാശ്വാസ ക്യാമ്പിലും പോയൊരു വ്യക്തിയെന്ന് നമുക്കറിയാം. നമ്മൾ ചെല്ലുമ്പോൾ അവർക്കൊരു ഭയങ്കര "ഓ, ആരെങ്കിലും വന്നല്ലോ." ആ സമയത്ത് ഞാനൊരു ജില്ലാ പ്രസിഡന്റ് മാത്രമേ ഉള്ളൂ, എൻ്റെ കാര്യമേ അല്ല പറയുന്നത്. പക്ഷേ അധികാരികൾ ആരെങ്കിലും കാണുമ്പോൾ അവർക്കൊന്ന് കരയാനായിട്ട്, അയ്യോ ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടല്ലോ, എന്താണ് ഉം. സാറേ എന്നും പറഞ്ഞ് പൊട്ടിക്കരയാൻ ഒരാളെ ആവശ്യമുണ്ട്. ആ വ്യക്തി, ആ ഷോൾഡർ സതീശൻ്റെ ആവട്ടെ, പെട്ടെന്ന് തിരിച്ചു വരും. കം ടു ദ ഹാപ്പനിങ് പോയിന്റ്. എവിടെ സംഭവങ്ങൾ നടക്കുന്നു, എവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, അവിടെയാണ് നമ്മൾ മുഖ്യമന്ത്രിയെ പ്രതീക്ഷിക്കുന്നത്, അല്ലേ? നമുക്ക് മറ്റേതൊക്കെ പിന്നെയും കഴിക്കാം, അത്താഴമൊക്കെ പിന്നെയും കഴിക്കാം, പക്ഷെ മഴ ഇനി വരണ്ട, ഉം. മഴക്കഴുതി ഉണ്ടാവണ്ട. ഇപ്പോഴാണ് അവർക്ക് താങ്കളുടെ സാമീപ്യം ഏറ്റവും അത്യാവശ്യം. അതുകൊണ്ട് പ്ലീസ് കം ബാക്ക് ടു ആറന്മുള ആൻഡ് അതർ പ്ലേസസ്. നമ്മുടെ വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിക്കുന്നവരും മലയിടിച്ചിലും ഒക്കെ ദുരിതം അനുഭവിക്കുന്നിടത്തേക്ക് ഓടി വരൂ. എല്ലാവരെയും ഏകോപിപ്പിച്ച് വർക്ക് ചെയ്യൂ. അർഹതപ്പെട്ട ആൾക്കാർക്ക് വേണ്ട ധനസഹായവും വൈദ്യസഹായവും ബാക്കി സഹായങ്ങളും ചെയ്തു കൊടുത്ത് മുമ്പിൽ നിന്ന് ഞങ്ങളുടെ മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.